നമസ്കാരം, വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ സർക്കാർ ജാഗ്രത കാണിച്ചില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം കഴിഞ്ഞ കാര്യമാണെന്നും മുന്നണി യോഗത്തിൽ ചർച്ച ചെയ്യില്ലെന്നും പിണറായി. കുട്ടികളെക്കാൾ രക്ഷിതാക്കളും അധ്യാപകരും മാനസിക സംഘർഷം അനുഭവിക്കുന്ന കാലഘട്ടമാണിതെന്ന് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ. കൂത്തുപറമ്പ് നിയോജക മണ്ഡലം ജ്യോതിസ് പദ്ധതിയുടെ ഭാഗമായി മണ്ഡലത്തിലെ 13 വിദ്യാലയങ്ങളിൽ നിന്നും ഫുൾ A+ നേടിയ SSLC ഉന്നത വിജയികളെ അനുമോദിച്ചു. നിർമ്മിത ബുദ്ധി അതിവേഗം മാധ്യമരംഗത്ത് മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ തലശ്ശേരി പ്രസ് ഫോറവും പത്രാധിപർ EK നായനാർ സ്മാരക ലൈബ്രറിയും സംയുക്തമായി സംഘടിപ്പിച്ച നിർമ്മിത ബുദ്ധികാലത്തെ മാധ്യമ പ്രവർത്തനം ശില്പശാല ശ്രദ്ധേയമായി. പങ്കെടുത്തത് തലശ്ശേരി താലൂക്കിലെയും മാഹിയിലെയും മാധ്യമ പ്രവർത്തകർ. ലൈബ്രറി കൗൺസിലിന്റെ പ്രവർത്തനങ്ങൾ ഊർജിതമായതോടെ കുട്ടികൾ വായനയെ നെഞ്ചേറ്റുന്നുണ്ടെന്ന് കാരായി രാജൻ MLA. പന്നിന്നൂർ PTK അനന്തൻ മെമ്മോറിയൽ ലൈബ്രറിയുടെ നേതൃത്വത്തിൽ വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി പുസ്തക പ്രദർശനവും പന്നിന്നൂർ ബാസി സ്മാരക എൻഡോമെന്റ് ഉദ്ഘാടനവും നടന്നു. വാർത്തകൾ വിശദമായി. വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ സർക്കാർ ജാഗ്രത കാണിച്ചില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. അദാനിയുടെ വക്താവായി മാറുന്നതിൽ നിന്നും അടിയന്തരമായി സംസ്ഥാന സർക്കാർ പിന്മാറണമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം കഴിഞ്ഞ കാര്യമാണെന്നും മുന്നണി യോഗത്തിൽ ചർച്ച ചെയ്യില്ലെന്നും പിണറായി പറഞ്ഞു. എല്ലാം ലംഘിച്ചാണ് അദാനി ഗ്രൂപ്പ് മുന്നോട്ടു പോകുന്നത്. പൊതു താൽപര്യത്തിനും ദേശീയ താൽപര്യത്തിനും വേണ്ടി സെബിക്കും സ്റ്റോക്ക് എക്സ്ചേഞ്ച് അധികാരികൾക്കും താൻ കത്തയച്ചുവെന്നും പിണറായി വിജയൻ പറഞ്ഞു. സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ കൃത്യമായ പ്രതികരണം നടത്താത്തതുകൊണ്ടാണ് താൻ കത്തയച്ചതെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. ഓഹരി വിൽപ്പന സംബന്ധിച്ച് അദാനി ഗ്രൂപ്പ് വീണ്ടും സർക്കാരിന് കത്ത് നൽകിയെന്നാണ് ഒടുവിൽ വന്ന വാർത്ത. സർക്കാരിന് കത്ത് ലഭിച്ചോ ഇല്ലയോ അത് മുഖ്യമന്ത്രി വ്യക്തമാക്കേണ്ട കാര്യമാണ്. അദാനി കമ്പനി സർക്കാരിന് വീണ്ടും കത്ത് നൽകിയതിലൂടെ ഓഹരി വിൽപ്പന സർക്കാരിന്റെ അനുമതി ലഭിച്ചാൽ മാത്രമേ സാധ്യമാകൂ എന്നത് അടിവരയിടുകയാണ്. സർക്കാരിന്റെ അനുമതിയില്ലാതെ ഓഹരി വിൽപ്പനക്കായി സെബിക്ക് നൽകിയ കത്ത് പിൻവലിക്കാൻ അദാനി കമ്പനി തയ്യാറായിട്ടില്ല. സർക്കാരിനെ വീണ്ടും സമീപിച്ച വിവരം സെബിയെ അറിയിക്കാനും അദാനി കമ്പനി തയ്യാറായിട്ടില്ല. ഇതിലെല്ലാം കമ്പനിയും സർക്കാരും തമ്മിലുള്ള ഒത്തുകളി ജനങ്ങൾ സംശയിച്ചാൽ തെറ്റില്ല. അടിയന്തരമായി വേണ്ടത് ഇക്കാര്യങ്ങളിലെല്ലാം സർക്കാർ വ്യക്തത വരുത്തലാണ്. സംസ്ഥാന താൽപര്യത്തിന് ദോഷകരമായ ഒരിടപാടാണ് നടക്കുന്നത്. ഏറ്റവും വലിയ പ്രത്യേകത സുതാര്യമായി നടക്കേണ്ട കാര്യങ്ങൾ എല്ലാം അതീവ രഹസ്യമായിട്ടാണ് നടക്കുന്നത്. ഓഹരി കൈമാറ്റത്തിൽ മുൻകൂർ അനുമതി വേണമെന്ന വ്യവസ്ഥയുണ്ട്. സെബിയെ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ സർക്കാരിനെ അറിയിച്ചിട്ടില്ല. എല്ലാം ലംഘിച്ചാണ് അദാനി ഗ്രൂപ്പ് മുന്നോട്ടു പോകുന്നത്. സംസ്ഥാന സർക്കാർ അദാനി ഗ്രൂപ്പിനെ രക്ഷിക്കാൻ വഴിവിട്ട സഹായം നൽകുമോ? അതാണ് ഇനി അറിയാനുള്ളത്. സംസ്ഥാന സർക്കാരിന് അറിയിപ്പ് ലഭിച്ചിട്ടില്ലെന്നാണ് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞത്. അനുമതിക്കായി ഒരു അപേക്ഷയും ലഭിച്ചില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പല തലത്തിൽ ഇത് പരിശോധിക്കേണ്ട കാര്യമാണ്. ധനവകുപ്പും നിയമവകുപ്പും തുറമുഖ വകുപ്പും കാണേണ്ട കാര്യങ്ങളുണ്ട്. ഇവിടെ ആ വകുപ്പുകളെല്ലാം കൈകാര്യം ചെയ്യുന്നത് ഒരാൾ തന്നെയാണ്. ഗുരുതരമായ കരാർ ലംഘനമുണ്ടായിട്ടും നിയമോപദേശം തേടുമെന്നോ നിയമ നടപടി സ്വീകരിക്കുമെന്നോ മുഖ്യമന്ത്രി പറയുന്നില്ല. സെബിക്ക് മുന്നിൽ ആവശ്യമായ നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകണം. എന്നാൽ അതിന് മുതിരുന്നില്ല. ഒരുതരം ദുരൂഹത ഇതിനകത്ത് കാണാൻ കഴിയും. എവിടെ നിന്നാണ് അദാനി ഗ്രൂപ്പിന് ഈ ധൈര്യം കിട്ടിയതെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. ആ ബാധ്യത നിർവഹിക്കാതെ തന്നെ അവരവരുടെ വഴിക്ക് മുന്നോട്ട് പോവുകയാണ്. അവിടെയാണ് പ്രസക്തമായൊരു ചോദ്യം വരുന്നത്.
എങ്ങനെയാണ് ആ ധൈര്യം കിട്ടുന്നത്? ഒരു സംസ്ഥാന സർക്കാരിൻ്റെ മുൻകൂർ അനുമതി ആവശ്യമാണ് എന്ന് വ്യക്തമായി രേഖപ്പെടുത്തി വെച്ച കരാറുണ്ടായിരിക്കെ അതും സാരമില്ല, ഞങ്ങൾ വിചാരിച്ചെടുത്ത് കാര്യം എത്തിക്കാൻ പറ്റും എന്ന ഒരു പ്രതീക്ഷ എങ്ങനെ ഈ കമ്പനിക്ക് ഉണ്ടാകും? അവിടെയാണ് മുഖ്യമന്ത്രിയുടെ പ്രത്യേക ഉത്തരവാദിത്വം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി അതിൽ വിശദീകരണം നൽകണം. ഇവിടെ ഒരു പ്രത്യേക സാഹചര്യമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, പോർട്ട്, നിയമം, ധനം, മന്ത്രിസഭയിൽ പോകേണ്ട കാര്യങ്ങൾ വരുമ്പോൾ അത് കൈകാര്യം ചെയ്യേണ്ടത് മുഖ്യമന്ത്രി തന്നെ. എല്ലാം മുഖ്യമന്ത്രിയുടെ കയ്യിലാണുള്ളത്. അപ്പം എങ്ങനെ അത്തരം ഒരു സാഹചര്യം, പ്രത്യേക സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുമ്പോൾ ഈ പ്രത്യേക ധൈര്യം അദാനിക്കുണ്ടായി? അതാണ് സംശയം. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം സംബന്ധിച്ചും അദ്ദേഹം പ്രതികരിച്ചു. സ്ഥാനം അവർ ചോദിച്ചുകൊണ്ടേയിരിക്കുമെന്നും അതൊക്കെ കഴിഞ്ഞതാണെന്നുമായിരുന്നു പിണറായിയുടെ മറുപടി. LDF കൺവീനർ ചികിത്സയിലായതിനാലാണ് മുന്നണി യോഗം വൈകിയത്. അദ്ദേഹം തിരിച്ചെത്തി ഇനി യോഗം ചേരും. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം മുന്നണിയിൽ ചർച്ച ചെയ്യുന്ന കീഴ്വഴക്കമില്ലെന്നും പിണറായി വിജയൻ പറഞ്ഞു. നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന കണ്ണൂക്കരയിൽ കനത്ത മഴയിൽ ദേശീയപാതയിൽ മണ്ണിടിച്ചിൽ. രാവിലെയാണ് മണ്ണിടിഞ്ഞു വീണത്. ഒഞ്ചിയം പഞ്ചായത്തിലെ മീത്തലെ കണ്ണൂക്കരയിൽ നാഷണൽ ഹൈവേയുടെ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ നിർമ്മാണ പ്രവൃത്തി നടക്കുന്നിടത്താണ് മണ്ണിടിച്ചിലുണ്ടായത്. ആർക്കും പരിക്കില്ല. രാവിലെയാണ് സംഭവം. കുട്ടികളെക്കാൾ രക്ഷിതാക്കളും അധ്യാപകരും മാനസിക സംഘർഷം അനുഭവിക്കുന്ന കാലഘട്ടമാണിതെന്ന് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ കൂത്തുപറമ്പ് നിയോജക മണ്ഡലം ജ്യോതിസ് പദ്ധതിയുടെ ഭാഗമായി മണ്ഡലത്തിലെ 13 വിദ്യാലയങ്ങളിൽ നിന്നും ഫുൾ A+ നേടിയ SSLC ഉന്നത വിജയികളെ അനുമോദിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾ മാത്രമല്ല, രക്ഷിതാക്കൾ എന്തൊരു ടെൻഷനാണ് നമ്മുടെ അച്ഛനമ്മയ്ക്കൊക്കെ. ഇപ്പോൾ ഞങ്ങൾ ഓഫീസിലുള്ള ചില ജീവനക്കാർ പറയുന്നു, എനിക്ക് 2 മാസം ലീവ് വേണം. ചില സ്കൂളിൽ പോകുമ്പോൾ അധ്യാപകർ പറയുന്നു, ഇന്ന ടീച്ചർ ലീവാണ്, ഇത്തവണ മോള് +2 പഠിക്കാനും മോൻ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, അതുകൊണ്ട് ലീവ് എടുത്തിരിക്കുന്നു. 1 മാസം 2 മാസം ലീവ് എടുക്കുന്നു. കാരണം മക്കൾ പരീക്ഷ എഴുതുമ്പോൾ രക്ഷിതാക്കൾ അച്ഛനും അമ്മയും ഒക്കെ ലീവ് എടുത്ത് മക്കൾക്കൊപ്പം ഇരുന്ന് പഠിക്കുകയും അവരെ പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു രീതി നമ്മുടെ നാട്ടിലെത്തുന്നു. അത് മാത്രമാണോ? റിസൾട്ട് വരുമ്പോൾ കുട്ടികളെക്കാൾ ടെൻഷൻ അച്ഛനമ്മയ്ക്കാണ്, ഇല്ലേ? റിസൾട്ട് വന്നാൽ അഡ്മിഷൻ കിട്ടാൻ അവർക്ക് വലിയ ടെൻഷനാണ്. അപ്പൊ ആ നിലയിൽ വലിയ ടെൻഷൻ അനുഭവിച്ചുകൊണ്ടാണ് അവർ രക്ഷിതാക്കൾ പോകുന്നത്. ഇതുകൊണ്ട് കുട്ടികളാണ് പ്രതീക്ഷ. ഭാവിയിലേക്ക് അവരെ ശക്തിപ്പെടുത്തണം, അവരെ മികച്ച നിലയിലെത്തിക്കണം ഓരോ രക്ഷിതാവും കാണുകയാണ്. PK പ്രവീൺ MLA അധ്യക്ഷത വഹിച്ചു. കിം പരീക്ഷയിൽ 2ാം റാങ്ക് നേടിയ ധ്യാൻ തേജിനെ ആദരിച്ചു. പാനൂർ നഗരസഭാ ചെയർപേഴ്സൺ നൌഷത്ത് കൂടത്തിൽ, കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് ഫായിസ് അരൂൾ, കോട്ടയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ആരതി, പാനൂർ ഹൈസ്കൂൾ പ്രധാനാധ്യാപിക നളിനി മാവില, റാൻസ് അക്കാദമി മാനേജിംഗ് ഡയറക്ടർ KN നിസാമുദ്ദീൻ എന്നിവർ സംസാരിച്ചു. PK ദിലീപ് കരിയർ ഗൈഡൻസ് ക്ലാസ് എടുത്തു. ദിനേശൻ മഠത്തിൽ സ്വാഗതവും KP സായന്ത് നന്ദിയും പറഞ്ഞു. ഞായറാഴ്ച രാവിലെ 10 മണിക്ക് +2 ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളെ KKVM സ്കൂളിൽ ആദരിക്കും. ജില്ലാ കലക്ടർ P വിഷ്ണുരാജ് ഉദ്ഘാടനം ചെയ്യും. PK പ്രവീൺ MLA അധ്യക്ഷത വഹിക്കും. 2025-26 വാർഷിക പദ്ധതി വിനിയോഗത്തിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത്, പയ്യന്നൂർ നഗരസഭ എന്നിവ സംസ്ഥാനതലത്തിൽ ഒന്നാമതെത്തി. യഥാക്രമം ജില്ലാ പഞ്ചായത്ത്, നഗരസഭാ വിഭാഗങ്ങളിലാണ് 1ാം സ്ഥാനം നേടിയത്. ജില്ലാ പഞ്ചായത്ത് 72.29% വാർഷിക പദ്ധതി വിനിയോഗിച്ചപ്പോൾ പയ്യന്നൂർ നഗരസഭ 94.70% വിനിയോഗിച്ചു. കോർപ്പറേഷൻ തലത്തിൽ സംസ്ഥാന തലത്തിൽ കണ്ണൂർ കോർപ്പറേഷന് 3ാം സ്ഥാനമുണ്ട്. 58.690%. ജില്ലകളിലെ ഗ്രാമപഞ്ചായത്തുകളിൽ കേളകം ഗ്രാമപഞ്ചായത്താണ് ഒന്നാമത്, 79.83%. കീഴല്ലൂർ ഗ്രാമപഞ്ചായത്ത് 2ാമതും കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്ത് 3ാമതുമാണ്. ജില്ലയിലെ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ പേരാവൂർ 1ാമതും, പയ്യന്നൂർ 2ാമതും, പാനൂർ 3ാമതുമെത്തി.
ജില്ലകളിലെ നഗരസഭകളിൽ 1-ാം സ്ഥാനം പാനൂർ നഗരസഭയ്ക്കും 3-ാം സ്ഥാനം തളിപ്പറമ്പ് നഗരസഭയ്ക്കുമാണ്. വെള്ളിയാഴ്ച നടന്ന ജില്ലാ ആസൂത്രണ സമിതി അഡ്ഹോക് യോഗത്തിൽ വെച്ച് മികച്ച നേട്ടം കരസ്ഥമാക്കിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ, ജില്ലാ കളക്ടർ പി വിഷ്ണുരാജ് എന്നിവർ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. റിസോഴ്സ് ക്രഞ്ച് സർക്കാർ തലത്തിലുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ പ്ലാൻ കട്ട് 30% വരെ പ്ലാൻ കട്ട് ലിമിറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം എല്ലാ വകുപ്പുകൾക്കും വന്നിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നപ്പോഴും നമ്മൾ റൺ ചെയ്ത് പോയത് കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു കാരണവശാലും ഒരു വകുപ്പിനെ ചെയ്യേണ്ട മാറി നിൽക്കാൻ തീരെ പാടില്ലാത്ത കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചർ ഉറപ്പുവരുത്തിക്കൊണ്ട് എന്നാൽ ചില സേവിങ്സ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ മാറ്റിവെക്കാവുന്ന ചില പദ്ധതികളും പ്രൊജക്ടുകളും മാറ്റിവെച്ചുകൊണ്ടാണ് ആ ഒരു ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് ഉള്ള സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്തത്. ഒരു പക്ഷേ അത്തരത്തിലുള്ള ഒരു ജുഡീഷ്യസ് കോള് എല്ലാ പഞ്ചായത്തിലും എടുക്കേണ്ടി വരും. അത് ഗൈഡ് ചെയ്യാന്നുള്ളത് തന്നെയാണ് DPCയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മാൻഡേറ്റ്. എന്നിരുന്നാലും ഇപ്പോൾ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ഈ ഒരു ക്യാമ്പയിൻ ആക്ടിവിറ്റി കൂടുതൽ തുക ചെലവഴിക്കേണ്ടി വരുന്ന ഒരു ക്യാമ്പയിൻ ആയിട്ടല്ല പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഉണ്ടാവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പാചകവാതക വിലവർദ്ധനവ്, നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം എന്നിവ കാരണം പ്രതിസന്ധി നേരിടുന്ന ജനകീയ ഹോട്ടലുകളിലെ വില വർദ്ധിപ്പിക്കുന്ന കാര്യം പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ കമ്മിറ്റിയെ ജില്ലാ ആസൂത്രണ സമിതി നിയോഗിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ, കുടുംബശ്രീ ജില്ലാ കോർഡിനേറ്റർ, ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡെപ്യൂട്ടി ഡയറക്ടർ എന്നിവരാണ് കമ്മിറ്റി അംഗങ്ങൾ. യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര, ആസൂത്രണ സമിതി അംഗം സെക്രട്ടറിയായ ജില്ലാ കളക്ടർ, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ഇൻചാർജ് CP സുധീഷ് എന്നിവർ സംസാരിച്ചു. നിർമ്മിത ബുദ്ധി അതിവേഗം മാധ്യമരംഗത്ത് മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ മാധ്യമപ്രവർത്തകർ പുതിയ സാങ്കേതിക വിദ്യകളെ ഉത്തരവാദിത്തത്തോടെയും പ്രൊഫഷണൽ മികവോടെയും ഉപയോഗപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടി തലശ്ശേരി പ്രസ് ഫോറവും പത്രാധിപർ EK നായനാർ സ്മാരക ലൈബ്രറിയും സംയുക്തമായി സംഘടിപ്പിച്ച നിർമ്മിത ബുദ്ധികാലത്തെ മാധ്യമപ്രവർത്തനം എന്ന വിഷയത്തെ ആസ്പദമാക്കിയ ശില്പശാല ശ്രദ്ധേയമായി. തലശ്ശേരി താലൂക്കിലെയും മാഹിയിലെയും മാധ്യമപ്രവർത്തകരെ പങ്കെടുപ്പിച്ച് പ്രസ് ഫോറം ഹാളിൽ സംഘടിപ്പിച്ച ശില്പശാല തലശ്ശേരി ASP ഡോക്ടർ M നന്ദഗോപൻ ഉദ്ഘാടനം ചെയ്തു. ശില്പശാല തലശ്ശേരി ASP ഡോക്ടർ M നന്ദഗോപൻ ഉദ്ഘാടനം ചെയ്തു. സാങ്കേതിക വിദ്യയുടെ അതിവേഗ വളർച്ച മാധ്യമരംഗത്തിന് പുതിയ സാധ്യതകൾ തുറന്നുകൊടുക്കുന്നതിനൊപ്പം വ്യാജ വാർത്തകളുടെയും ഡീപ് ഫേക്ക് ഉള്ളടക്കങ്ങളുടെയും വെല്ലുവിളികളും ഉയർത്തുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. വസ്തുതാ പരിശോധന, വാർത്തകളുടെ വിശ്വാസ്യത, മാധ്യമ ധാർമ്മികത എന്നിവ കൂടുതൽ പ്രാധാന്യമർഹിക്കുന്ന കാലഘട്ടമാണിതെന്നും നന്ദഗോപൻ പറഞ്ഞു. നിങ്ങളുടെ ഫീഡ് നിങ്ങളുടെ ഇൻട്രസ്റ്റിനനുസരിച്ചായിരിക്കും മാറുക. അത് AIയുടെ ഒരു ഗുണമാണ്. കാരണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കാണും. ഇപ്പോൾ ഞാൻ ഫുട്ബോൾ ലോകകപ്പ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ആളാണ്. എനിക്ക് ലോകകപ്പിനെ പറ്റിയുള്ള എഡിറ്റോറിയൽസ് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് കൃത്യമായിട്ട് കളി കഴിയുമ്പോൾ തൊട്ട് അതിൻ്റെ എഡിറ്റോറിയൽസ് മാത്രമായിട്ട് എൻ്റെ ഫീഡിൽ ട്വിറ്ററിലും മറ്റും വന്നുകൊണ്ടിരിക്കും. പക്ഷേ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സോഴ്സ് എന്താണെന്ന് പലപ്പോഴും നമുക്ക് അറിയാൻ കഴിയില്ല. ഉദാഹരണത്തിന് ഞാൻ പറയാം, ഞാൻ പറഞ്ഞ പോലെ നേരത്തെ ഞാൻ പത്രം വായിച്ചുകൊണ്ടിരുന്ന ആൾ തന്നെയാണ്. ഇന്ന് രാവിലെ അർജന്റീനയുടെ ഒരു കളി കഴിഞ്ഞു ഒരു അരമണിക്കൂറിൽ തന്നെ ജെമിനി എന്ന് പറയുന്ന AI പ്ലാറ്റ്ഫോം എനിക്ക് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു അനാലിസിസ് തന്നു. എനിക്ക് പത്രം തുറക്കേണ്ട ആവശ്യം തന്നെ വരുന്നില്ല. എന്താണ് ഇപ്പോൾ നഷ്ടപ്പെടുന്നത്? ആ ഒരു ഒതൻറ്റിസിറ്റി, ആ ഒരു ഫീല് നമുക്ക് നഷ്ടപ്പെടുകയാണ്. ഞാൻ ഈ വായിച്ച അനാലിസിസിൻ്റെ സോഴ്സ് ഏതാണെന്നോ ഒന്നും എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നേയില്ല. ട്വിറ്ററിൽ അപ്പോൾ ഇതിൻ്റെ വേറെ ബുദ്ധിമുട്ട്, ഇതിന് ഡീപ്പ് ഫേക്ക് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. പോലീസും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു മേഖലയാണത്, പ്രത്യേകിച്ചും വീഡിയോസിൻ്റെ കാര്യത്തിൽ. രണ്ട് രീതിയിൽ അത് ഉപയോഗം ചെയ്യപ്പെടാം. ഒന്ന്, പെൺകുട്ടികളുടെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മോശമായിട്ടുള്ള വീഡിയോസ്. പണ്ടത് മോർഫിംഗ് എന്ന് പറയുന്നത് ഡീപ്പ് ഫേക്കിന് മോർഫിങ്ങിൻ്റെ ടെക്നോളജി പോലും ആവശ്യമില്ല. ഒരു AIയിൽ പ്രോംപ്റ്റ് കൊടുത്താൽ ഏത് തരത്തിലുള്ള വീഡിയോ വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ വളരെയധികം പെൺകുട്ടികൾ ഇരകളായിട്ട് വരുന്ന പരാതികൾ നമ്മുടെ ഇടയിൽ വരാറുണ്ട്. രണ്ട്, ഏതെങ്കിലും പ്രധാനപ്പെട്ട പ്രമുഖ വ്യക്തികൾ പറഞ്ഞ കാര്യങ്ങൾ അവർ പറയാത്ത രീതിയിൽ എഡിറ്റ് ചെയ്യാനും ഈസി ആയിട്ട് ഡീപ്പ് ഫേക്ക് കൊണ്ട് സംഭവിക്കും. അതുകൊണ്ട് കലാപങ്ങൾ വരെ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും. നമ്മുടെ മുമ്പിൽ പലതരം ഉദാഹരണങ്ങളുണ്ട്. ട്വിറ്ററിൽ അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു ഫാക്ട് ചെക്ക് ഉണ്ട്. നിങ്ങൾ ട്വിറ്റർ ഫോളോ ചെയ്യുന്നവർ പുതിയ ജനറേഷനിലെ കുട്ടികളുണ്ടെങ്കിൽ ഏത് കാര്യം വന്നാലും അതിൻ്റെ താഴെ ദിസ് ഈസ് AI ജനറേറ്റഡ് എന്ന് പറഞ്ഞിട്ടൊരു ഡിസ്ക്ലെയിമറും കൂടെ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. എനിക്ക് തോന്നി നമ്മുടെ മാധ്യമങ്ങൾ ഇനി അതിലേക്ക് പോകേണ്ടി വരുമെന്ന് തോന്നുന്നു. പല മാധ്യമങ്ങളും ഇപ്പോൾ കുറച്ച് ഒരു സെഗ്മെൻറ്റ് മീഡിയയുടെ, വിഷ്വൽ മീഡിയയുടെ ഒരു സെഗ്മെൻറ്റ് എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഫേക്ക് ന്യൂസ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു മാതൃഭൂമി ഉൾപ്പെടെ പല മീഡിയ അത് കാണിക്കുന്നുണ്ട്. വളരെ നല്ല കാര്യമാണ് അത്. ഇന്ന് വൈറലായ വീഡിയോസ് ഇതൊക്കെയാണ്, പക്ഷേ ഇതൊക്കെയാണ് അതിലെ ഫേക്ക് വീഡിയോസ് എന്ന് പറഞ്ഞ് അവർ കാണിക്കാറുണ്ട്. റിയലി അപ്രീഷിയേറ്റ് ദാറ്റ്. ട്വിറ്ററിൽ അതുകൊണ്ട് ഫേസ്ബുക്ക് എന്ന് പറയുന്നത് എനിക്കറിയില്ല എത്രത്തോളം ഫേസ്ബുക്കിൽ ക്രിയേറ്റ് ചെയ്യാൻ വളരെ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇന്നത്തെ കാലത്തെ മാധ്യമപ്രവർത്തനം ചിലപ്പോൾ നിർമ്മിത ബുദ്ധി ഉണ്ടാകുമ്പോൾ അത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് ഇനിയുള്ള ജനറേഷനാണ് തീരുമാനിക്കേണ്ടത്. പ്രോപ്പറായിട്ട് ഉപയോഗിച്ചാൽ ഞാൻ പറഞ്ഞതുപോലെ
ഈ ഫാക്ച്വൽ റിപ്പോർട്ടിങ്ങിൽ എനിക്ക് തോന്നുന്നത് AI നന്നായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ഡേറ്റ ബേസ് ചെയ്തിട്ടുള്ള റിപ്പോർട്ടിംഗ് ആണ്, അല്ലെങ്കിൽ വെതറിൻ്റെ റിപ്പോർട്ടിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു നിർമ്മിത ബുദ്ധി ഉപയോഗിക്കുന്നതുകൊണ്ട് തെറ്റില്ല. കാരണം അതിലൊരു ഡിസ്റ്റോർഷൻ്റെ ഒരു ആംഗിൾ ഇല്ല. അതേസമയം ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം അല്ലെങ്കിൽ ഒരു കാര്യത്തിൻ്റെ സത്യം പുറത്തു കൊണ്ടുവരിക, അങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും മൗലികമായിട്ടുള്ള മാധ്യമപ്രവർത്തനത്തിന് അതിൻ്റേതായിട്ടുള്ള വില എല്ലാ കാലവും ഉണ്ടാകും, അത് AI വന്നാലും ഇല്ലെങ്കിലും. തലശ്ശേരി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ ഡോക്ടർ TK മുനീർ മുഖ്യ പ്രഭാഷണം നടത്തി. നിർമ്മിത ബുദ്ധിയുടെ സാധ്യതകളും പരിമിതികളും, വാർത്താശേഖരണം, ഉള്ളടക്ക നിർമ്മാണം, ഫാക്ട് ചെക്കിംഗ്, ഡാറ്റ ജേർണലിസം, ഡിജിറ്റൽ മാധ്യമങ്ങളിലെ AI പ്രയോഗങ്ങൾ, മാധ്യമപ്രവർത്തകർ പാലിക്കേണ്ട ധാർമ്മിക മാനദണ്ഡങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ അദ്ദേഹം വിശദമായി ക്ലാസ് എടുത്തു. ഒരു എഡിറ്റോറിയൽ മാത്രം എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് ഡെസ്കിലേക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. മാത്രമല്ല നമ്മളുടെ ഒരു വർക്ക് പ്രഷർ എന്ന് പറയുന്നത് പണ്ട് പ്രിന്റ് മീഡിയക്ക് പ്രിന്റ് ചെയ്യണം, നാളെ രാവിലെ വരെ സമയമുണ്ട്. ഇന്ന് ഒരു സാധനം, ഒരു ഇൻസിഡന്റ് സംഭവിച്ചു, ഒരു ലഹരി മാഫിയ തലശ്ശേരിയിൽ പിടിച്ചു എന്ന് വിചാരിക്കാം, ആ സെക്കൻഡ് മുതൽ റിപ്പോർട്ടിങ് പോകണം. നമുക്ക് ഒരു മിനിമം ഒരു ചെറിയൊരു പാരഗ്രാഫ് എഴുതുന്ന ഒരു 5 മിനിറ്റ് ഇരിക്കണ്ടേ? ഇത് നമ്മളിങ്ങനെ പിടിച്ചു, ഓപ്പറേഷൻ തുഫാനാണ്, ആ ടെക്സ്റ്റ് പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് സംഭവം ഇന്ന ആൾക്കാരെ പിടിച്ചു, ഇന്ന ആളാണ് പിടിച്ചത്. കാരണം 2 മിനിറ്റിലും നമുക്ക് 2 മിനിറ്റ് പോലും പണ്ട് വഴി നമുക്ക് നാളെ കാര്യം ശരിയാക്കണം. ഇടക്കാലത്തൊരു നാളാന്നുള്ള സംഭവമില്ല, നമുക്ക് ഇന്നേ ഇടുന്നു. ഇപ്പൊ പറയുന്നത് ഇന്നുമില്ല, നമുക്ക് ഇപ്പൊ ഇടും. അതാണ് AI യുഗം എന്ന് പറയുന്നത്. വാട്ട് ഈസ് നൗ? അപ്പൊ AI ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന സമയത്ത് ChatGPTക്ക് പുതിയ വേർഷൻ വന്നുകൊണ്ടിരിക്കുന്നില്ല. ഇതിനകത്ത് എവറി ടൈം ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മുടെ നാട്ടിലും ഇതേപോലെ ഈ AI ഒക്കെ സെറ്റപ്പ് ചെയ്യാന്നുള്ളത്, AI-ന്റെ വലിയ ടൂളുകളൊക്കെ ഡെവലപ്പ് ചെയ്ത് AI മിഷന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഒരുപാട് ഫണ്ടുകളാകുന്നുണ്ട്. അതാണ് ഭാരത് AI മിഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കോൺക്ലേവ് ഒക്കെ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. അപ്പൊ ആന്ധ്രാപ്രദേശിലൊക്കെ വലിയ വലിയ ഡാറ്റാ സെന്റർ, ഇതിന് ഡാറ്റ വേണം. എന്താണ്, എവിടുന്നാണ് ഈ ഡാറ്റ കിട്ടുന്നത്? നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന സാധനങ്ങൾ. നിങ്ങൾ കഴിഞ്ഞ ഒരു 50-60 കൊല്ലമായിട്ട് നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത റിപ്പോർട്ടുകളൊക്കെ എന്ത് ചെയ്യും? നിങ്ങളിങ്ങനെ നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ ഇങ്ങനെ പബ്ലിഷ് ചെയ്യുന്നത്. ഇതൊക്കെ നിങ്ങളുടെ കൺസെന്റ്. അതാണ് ഏറ്റവും വലിയൊരു എത്തിക്കലായിട്ടും ലീഗലായിട്ടും അതേപോലെ തന്നെ IPR-ന്റെ വയലേഷൻ ഒക്കെ നടത്തുന്നത്. ഇപ്പൊ നവാസ് മേത്തർ കഴിഞ്ഞ 35 വർഷമായിട്ട് ഉണ്ടാക്കിയ പല പല റിപ്പോർട്ടുകളും എഡിറ്റോറിയൽസും ഉണ്ടാവും. ഇതൊക്കെ എടുത്തിട്ടായിരിക്കും ChatGPT എന്ത് ചെയ്യുന്നത്? നാളെ മൊത്തത്തിലൊരു ഇതിന്റെ ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു സാധനം വേറെ റിപ്പോർട്ടർ കൊടുക്കുന്നത്. ഇദ്ദേഹത്തിന്റെ 35 കൊല്ലത്തെ എക്സ്പീരിയൻസും റിപ്പോർട്ടിങ്ങും കാര്യങ്ങളൊക്കെ വേറൊരാൾക്ക് എളുപ്പത്തിൽ വേണമെങ്കിൽ ബുക്കാക്കാൻ പറ്റും. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എന്താണ് പ്രസംഗത്തിന്റെ സംക്ഷിപ്ത രൂപങ്ങൾ എന്ന് പറഞ്ഞാൽ പബ്ലിഷ് ചെയ്യാൻ പറ്റും. മാധ്യമപ്രവർത്തകരുടെ സംശയങ്ങൾക്കും അദ്ദേഹം മറുപടി പറഞ്ഞു. AI ഉപകരണങ്ങൾ ഉത്തരവാദിത്വത്തോടെ ഉപയോഗിക്കേണ്ടതിന്റെ പ്രാധാന്യം വിശദീകരിക്കുകയും ചെയ്തു. തലശ്ശേരി പ്രസ് ഫോറം പ്രസിഡന്റ് നവാസ് മേത്തർ അധ്യക്ഷത വഹിച്ചു. പത്രാധിപർ EK നാനാർ സ്മാരക ലൈബ്രറി സെക്രട്ടറി P ദിനേശൻ സ്വാഗതവും പ്രസ് ഫോറം സെക്രട്ടറി N സിറാജുദ്ദീൻ നന്ദിയും പറഞ്ഞു. മാധ്യമപ്രവർത്തകരുടെ സജീവ പങ്കാളിത്തവും ചർച്ചകളും കൊണ്ട് ശില്പശാല വിജ്ഞാനപ്രദവും കാലോചിതവുമായ വേദിയായി മാറി. ഇനിയൊരിടവേള. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. Telicheri Institute of Advanced Studies, TIAS, Kundurmala, Punja West, Telicheri. Affiliated to Kannur University and approved by Government of Kerala. Admission started. Courses offered: BBA, BCA with AI, BCom Finance, BCom Cooperation, BCom Logistics, BA English. Add-on courses: Mobile App Development, Tally Prime, Certificate in Digital Freelancing, Coding Skill, Digital Marketing, Certificate in Data Management and Advanced Excel. മാനേജ്മെന്റ് മെറിറ്റ് സീറ്റുകൾക്ക് അപേക്ഷിക്കുന്നവർ കോളേജുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പേഴ്സ് 9847 904444, 9847 404444. വെബ്സൈറ്റ് www.tias.in. 25 വർഷത്തെ വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചറിന്റെ പുതിയ ഷോറൂം ഇപ്പോൾ കതിരൂരിലും. ഏറ്റവും നവീനവും വിസ്മയിപ്പിക്കുന്നതുമായ ഫർണിച്ചറുകളുടെ ഏറ്റവും വലിയ കളക്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്തതും കൂടാതെ ഇന്ത്യയിലെ തന്നെ വൈവിധ്യങ്ങൾ നിറഞ്ഞതുമായ ഫർണിച്ചറുകളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് അതിശയിപ്പിക്കുന്ന വിലക്കുറവോടുകൂടി സ്വന്തമാക്കാം.
പോപ്പുലർ ഫർണിച്ചർ, 4 മൈൽ കതിരൂർ. ഓൾസോ അറ്റ് കൂനമുക്ക്, അഞ്ചരക്കണ്ടി. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. ഡെന്റാരിസ് ഡെന്റൽ ക്ലിനിക്, ഇംപ്ലാന്റ് ആൻഡ് ഓർത്തോഡോണ്ടിക് സ്പെഷ്യാലിറ്റി സെന്റർ, മേക്കുന്ന്. കഴിഞ്ഞ 5 വർഷമായി തലശ്ശേരിയിൽ ഡോക്ടർ ഫഹീമിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ ഫഹീംസ് ഡെന്റാരിസ് ദന്തക്രമീകരണ സ്പെഷ്യാലിറ്റി സെന്റർ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിധിൻ പി രാജ് IPS ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. ട്രീറ്റ്മെന്റ് അണ്ടർ മാഗ്നിഫിക്കേഷൻ ലൂപ്സ്, 3D സ്കാനിംഗ് ആൻഡ് ഡിജിറ്റൽ പ്രിന്റിംഗ്, ultra modern X-ray facilities, well equipped ultra modern machineries, വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം, വിശാലമായ പാർക്കിംഗ് സൗകര്യം, കുട്ടികളുടെ ദന്ത സംരക്ഷണത്തിന് പ്രത്യേകമായി രൂപീകരിച്ച അന്തരീക്ഷം, പൂർണ്ണമായും അണുവിമുക്തമായ ഓട്ടോക്ലേവ് ആൻഡ് UV ചേംബർ. ഡെന്റാരിസ് ഡെന്റൽ ക്ലിനിക്, ഇംപ്ലാന്റ് ആൻഡ് ഓർത്തോഡോണ്ടിക് സ്പെഷ്യാലിറ്റി സെന്റർ, മേക്കുന്ന്. തലശ്ശേരി റോഡ്, കൂലോർ സ്ക്വയർ, മേക്കുന്ന്. ഫോൺ 6238296699, 6238596699. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ് ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803, 9497360333. വാർത്തയിലേക്ക്. ലൈബ്രറി കൗൺസിലിന്റെ പ്രവർത്തനങ്ങൾ ഊർജിതമായതോടെ കുട്ടികൾ വായനയെ നെഞ്ചേറ്റുന്നുണ്ടെന്ന് കാരായി രാജൻ MLA. പന്നിന്നൂർ PTK അനന്തൻ മെമ്മോറിയൽ ലൈബ്രറിയുടെ നേതൃത്വത്തിൽ ജൂൺ 19 മുതൽ ജൂലൈ 7 വരെ നടക്കുന്ന വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി പുസ്തക പ്രദർശനവും പന്നിന്നൂർ ബാസി സ്മാരക എൻഡോമെന്റ് ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു കാരായി. അവിടെ കാണാൻ സാധിച്ചത് അവർ തിരഞ്ഞെടുക്കപ്പെട്ട 2, 3, 5 പുസ്തകങ്ങളൊക്കെ അവർ വായിച്ചു. ആ വായിച്ചതിൻ്റെ സംതൃപ്തി അവരുടെ മനസ്സിലുണ്ടാകും. സാധാരണ ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ കുട്ടികളെയൊക്കെ ചില പരിപാടികളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ അവരെ രസിപ്പിക്കാൻ പറ്റുന്ന വാക്കുകളും കളികളൊക്കെ ഉണ്ടെങ്കിലേ കുട്ടികൾ അവിടെ ഇതെല്ലാം ശ്രദ്ധിച്ചിരിക്കുന്നൊരവസ്ഥ ഉണ്ടാവും.
എന്നാൽ അവിടെ കണ്ടത് ഒരു കളിചിരിയും ഇല്ലാതെ, ഒരു കളിക്കോപ്പുകളും ഇല്ലാതെ ആ കുട്ടികളെ അവിടെ ബെന്യാമിനെ പോലുള്ള എഴുത്തുകാരാണ് പ്രസംഗിക്കുന്നത്. ബെന്യാമിൻ്റെയൊക്കെ വാക്കുകൾ ശ്രദ്ധാപൂർവം, കൗതുകപൂർവം, താല്പര്യത്തോടുകൂടി അവർ ശ്രദ്ധിക്കുന്നത് കണ്ടു. ഒരു കളിചിരിയുമില്ലാത്ത അവർ ഗൗരവക്കാരായ, എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ളയിടത്ത് എങ്ങനെ ആത്മവിശ്വാസത്തോടെ ഒരു ഗൗരവക്കാരനായി, ഒരു ശ്രദ്ധാലുവായി, ചിന്തിക്കുന്നവനായി, ആലോചനകളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ഒരാളായി, അതിലപ്പുറം അറിവിൻ്റെ ഒരു ഭണ്ഡാകാരം, അറിവ് നിറച്ച ഒരു തലയുള്ള, ഒരു തലച്ചോറുള്ള ഒരു സമൂഹത്തെ അവിടെ കാണാൻ സാധിച്ചപ്പോൾ അതിൽ നിന്ന് വ്യക്തമായൊരു കാര്യം, എങ്ങനെയാണ് വായന ഒരു സമൂഹത്തെ, ഒരു തലമുറയെ ഉത്തേജിപ്പിക്കുന്നത്, എങ്ങനെയാണ് വായന കൊണ്ട് ഒരു കുട്ടിയിൽ ഒരു വലിയ കുട്ടികൾ വായനയെ ഗൗരവത്തോടെ കാണുന്നുണ്ട്. അതൊരു നല്ല കാര്യമാണ്. വായനയുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികൾ ശ്രദ്ധാപൂർവം കുട്ടികൾ വീക്ഷിക്കുന്നുണ്ടെന്നും MLA പറഞ്ഞു. ലൈബ്രറി പ്രസിഡന്റ് KM രാജൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് അംഗം T സോമനാഥൻ, ലൈബ്രറി കൗൺസിൽ പാനൂർ മേഖലാ പ്രസിഡന്റ് K ഹരിദാസൻ, KP അച്യുതൻ എന്നിവർ സംസാരിച്ചു. എഴുത്തുകാരൻ പന്നിന്നൂർ ബാസിയുടെ ഓർമ്മയ്ക്കായി ഏർപ്പെടുത്തിയ എൻജോയ്മെന്റ് മകൻ ബൈജു ഭാസ്കർ PTK അനന്തൻ മെമ്മോറിയൽ വായനശാലയ്ക്ക് കൈമാറി. കാരായി രാജൻ MLA ഏറ്റുവാങ്ങി. ഏറെക്കാലം പന്നിന്നൂർ PTK അനന്തൻ മെമ്മോറിയൽ വായനശാലയുടെ പ്രസിഡന്റായിരുന്നു പന്നിന്നൂർ ബാസി. വായനശാല അക്ഷരവിരോധികൾ തീയിട്ട് നശിപ്പിച്ചപ്പോഴാണ് അദ്ദേഹം ജീവിതത്തിൽ ആദ്യമായി കരഞ്ഞതെന്ന് ബൈജു ഭാസ്കർ അനുസ്മരിച്ചു. ഇവിടെ നേരത്തെ വായനശാല ഇവിടെ അക്ഷരവിരോധികൾ തീയിട്ട് നശിപ്പിച്ച ആ ഒരു സന്ദർഭത്തിലാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് കരയുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. ജീവിതത്തിൽ മറ്റ് പല പ്രതിസന്ധികൾ ഉണ്ടായ സമയത്തും അങ്ങനെ യാതൊരു തരത്തിലും കുടുങ്ങാത്ത ഒരാളായിരുന്നെങ്കിലും ആ സമയത്ത് അച്ഛൻ്റെ ആ ഒരു ദുഃഖം കണ്ടത് ഞാൻ ഈ ഒരു അവസരത്തിൽ ഓർമ്മിക്കുകയാണ്. നമുക്ക് ഇരുട്ടിൽ നിന്ന് പുറത്തു കടക്കാൻ K ദാമോദരനെ പോലുള്ള പ്രകാശഗോപുരങ്ങൾ അനിവാര്യമാണെന്ന് മുൻ കൃഷിമന്ത്രി മുല്ലക്കര രത്നാകരൻ. K ദാമോദരൻ അനുസ്മരണം പിണറായി ബാങ്ക് ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുല്ലക്കര. നമുക്ക് ഒരുപാട് പേർക്ക് ജാതിയുടെയോ മതത്തിൻ്റെയോ ഇനി കക്ഷിയുടെയോ മറ്റേതെങ്കിലും ഒരു കെട്ട് ഇട്ട് പോയാൽ പിന്നെ അവനവൻ വിചാരിച്ചാൽ കെട്ടടിക്കാൻ പറ്റൂ. ദാമോദരൻ പിന്നെ ആ കെട്ടടിക്കാനുള്ള ബോധമുണ്ടാക്കാനാണ് തൻ്റെ ജീവിതം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്ന് സമർപ്പിച്ചത്. അത്രത്തോളം സമർപ്പിച്ച മറ്റൊരാൾ മലയാളത്തിലും ഇന്ത്യയിലും ഉണ്ടെന്ന് പറയാൻ പറ്റും. ഈ ബോധമുണ്ടാക്കലാണ് പ്രധാനം. അതല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും കെട്ടിൽ പെട്ടുപോകും. കെട്ടിൽ പെട്ടുപോയാൽ അവർക്ക് എന്തെല്ലാം ഗുണമുണ്ടെങ്കിലും അവരുടെ മാനവികത പട്ടുപോകും. അതുകൊണ്ട് ദാമോദരൻ സമം ഈ അറിവിൻ്റെ മാനവികത സംഭാവന ചെയ്ത മനുഷ്യനെന്നാണ്. അദ്ദേഹം ജീവിച്ചത് 64 വയസ്സ് വരെ. 1900 നമ്മുടെ രാജ്യം ഒരു പ്രതിസന്ധിയിലാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഇന്ത്യൻ ജനതയാകെ ഗാന്ധിജിയുടെ അനുയായികളായാണ് മാറിയത്. ദണ്ഡിയാത്ര ലോകമാകെ ശ്രദ്ധിച്ചു. അക്കാലത്തെ ജയിൽ യഥാർത്ഥ രാഷ്ട്രീയക്കാരൻ്റെ വളർച്ചയ്ക്ക് കാരണമായി. ജാതിയുടെയും മതത്തിൻ്റെയും കെട്ടിൽപ്പെട്ടുപോയാൽ മാനവികത കെട്ടുപോകും. വർഗീയത അകത്തെ കെട്ടാണ്. K ദാമോദരൻ 10 വർഷം കൂടി ജീവിച്ചിരുന്നുവെങ്കിൽ ഇന്ത്യയിൽ വർഗീയത ഇത്രത്തോളം വളരില്ലായിരുന്നു. വർഗീയതയെ തടയാൻ സാധിക്കണമെങ്കിൽ മാർക്സിസം എന്ന ആഭരണത്തെ ഇന്ത്യക്ക് ചാർത്താൻ സാധിക്കണം. മാർക്സിസത്തെ ജനങ്ങൾ കൂടുതൽ അറിയണമെന്നും മുല്ലക്കര രത്നാകരൻ പറഞ്ഞു. ലൈബ്രറി കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് മുകുന്ദൻ മഠത്തിൽ അധ്യക്ഷത വഹിച്ചു. താലൂക്ക് സെക്രട്ടറി അഡ്വക്കേറ്റ് V പ്രദീപൻ, NV രമേശൻ, CN ഗംഗാധരൻ, K പ്രകാശൻ എന്നിവർ സംസാരിച്ചു. കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ സ്ഥാപക നേതാവ് PN പണിക്കരുടെ ചരമദിനമായ ജൂൺ 19 തുടക്കം കുറിച്ച സംസ്ഥാന ലൈബ്രറി കൗൺസിൽ വായനാ പക്ഷാചരണത്തിന്റെ സമാപനം ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ സമുന്നത നേതാവായ IV ദാസിന്റെ ചരമദിനമായ ജൂലൈ 7 ജന്മദേശമായ തലശ്ശേരിയിൽ നടക്കുമെന്ന് ലൈബ്രറി കൗൺസിൽ ഭാരവാഹികൾ തലശ്ശേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഗ്രന്ഥശാല സംഘം സ്ഥാപിച്ചതിന്റെ 80ാം വാർഷികം കൂടിയാണെന്ന പ്രാധാന്യവും ഇത്തവണത്തെ വായനാ പക്ഷാചരണ പരിപാടികൾക്ക് ഉണ്ട്. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ
അംഗ ലൈബ്രറികളെ സജീവമാക്കുന്നതിന് വേണ്ടിയുള്ള നിരന്തരമായ പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലും ജില്ലാ ലൈബ്രറി കൗൺസിലും താലൂക്ക് ലൈബ്രറി കൗൺസിലും തനതായ പരിപാടികൾ ആവിഷ്കരിക്കുന്നതോടൊപ്പം ഗ്രന്ഥശാലകളും അവരുടെ പുതിയ പ്രവർത്തന പരിപാടി ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ലൈബ്രറി കൗൺസിൽ നടപ്പാക്കുന്ന നിരവധിയായ പരിപാടികളിൽ ഒന്നാണ് വായനാ പക്ഷാചരണം. ജൂൺ 19 മുതൽ ജൂലൈ 7 വരെ എല്ലാ വർഷവും പുതിയ പരിപാടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വായനാ പക്ഷാചരണ പരിപാടികൾ നടക്കുകയാണ്. 19 ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന ഈ പരിപാടി PN പണിക്കരുടെ ദിനമായിട്ടുള്ള ജൂൺ 19 ആരംഭിച്ച് IV ദാസമാഷയുടെ ദിനമായിട്ടുള്ള ജൂലൈ 7 അവസാനിക്കത്തക്ക രീതിയിലാണ് പരിപാടികൾ നടക്കുന്നത്. ജില്ലയിലാകെ വൈവിധ്യമാർന്ന പരിപാടികളാണ് 1200-ലേറെ ഗ്രന്ഥശാലകളിലൂടെ ജില്ലാ ലൈബ്രറി കൗൺസിൽ നടത്തിയത്. ജില്ലാതല സമാപനത്തിന്റെ ഭാഗമായി ജൂലൈ 7 ഉച്ചയ്ക്ക് 2:30 തലശ്ശേരി ടൗൺ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ദാസിന്റെ ലോകം എന്ന വിഷയത്തിൽ സെമിനാർ നടക്കും. എഴുത്തുകാരൻ M. മുകുന്ദൻ ഉദ്ഘാടനം ചെയ്യും. ഓടക്കുഴൽ പുരസ്കാര ജേതാവും പ്രമുഖ നിരൂപകനുമായ EV രാജഗോപാലൻ, കോഴിക്കോട് കേളുവേട്ടൻ പഠന ഗവേഷണ കേന്ദ്രം ഡയറക്ടർ KT കുഞ്ഞിക്കണ്ണൻ എന്നിവർ മുഖ്യ പ്രഭാഷണം നടത്തും. തലശ്ശേരി താലൂക്ക് ലൈബ്രറി കൗൺസിൽ വേനൽ അവധിക്കാലത്ത് സംഘടിപ്പിച്ച വായനാ ചാലഞ്ചിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ഗ്രന്ഥശാലകൾക്കുള്ള ഉപഹാരങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്യും. 24 വായനശാലകൾക്ക് ഈ ചടങ്ങിൽ വെച്ച് താലൂക്ക് ലൈബ്രറി കൗൺസിൽ ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു പുരസ്കാരം അത് ആ ചടങ്ങിൽ വെച്ച് നൽകുക കൂടി ചെയ്യുന്നുണ്ട്. വായനാ പക്ഷാചരണം പൊതുവിൽ നമ്മുടെ താലൂക്കിലും ജില്ലയിലുമാകെ വലിയ തോതിൽ വായനയെ പ്രോത്സാഹിപ്പിക്കാനുള്ള വ്യത്യസ്തമായ പരിപാടികളാണ് വായനശാലകൾ ആകെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിന്റെ ഒരു പക്ഷാചരണത്തിന്റെ സമാപനം എന്ന നിലയിൽ തലശ്ശേരിയിൽ നടക്കുന്ന പരിപാടി നമ്മുടെ താലൂക്കിലെ മുഴുവൻ ഗ്രന്ഥശാലകളിൽ നിന്നും പ്രതിനിധികൾ പങ്കെടുത്തുകൊണ്ടാണ് റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ആ പരിപാടി നടക്കുന്നത്. ലൈബ്രറി കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് മുകുന്ദൻ മഠത്തിൽ, സെക്രട്ടറി PK വിജയൻ, തലശ്ശേരി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് V. പ്രദീപൻ, അംഗങ്ങളായ ഡോക്ടർ സുധ അഴീക്കോടൻ, U. ബ്രിജേഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ഇരുവൃക്കകളും തകരാറിലായി ചികിത്സയിൽ കഴിയുന്ന ചമ്പാട്ടെ ഷിനോജിന്റെ ചികിത്സാർത്ഥമുള്ള ഫണ്ട് ശേഖരണം ഞായറാഴ്ച നടക്കും. ചമ്പാട്ടുകാർ ഒരേ മനസ്സോടെ ഓരോ വീട്ടിലുമെത്തി ഫണ്ട് ശേഖരിക്കും. ഇതിനോടകം തന്നെ പ്രവർത്തകർ വീടുകൾ സന്ദർശിച്ച് ഷിനോജിന്റെ ആരോഗ്യസ്ഥിതിയും ചികിത്സയുടെ അടിയന്തര ആവശ്യകതയും ഫണ്ട് ശേഖരണത്തിന്റെ ലക്ഷ്യവും നാട്ടുകാരെ അറിയിച്ചിട്ടുണ്ട്. നിലവിൽ സ്ഥിരമായി ഡയാലിസിസ് ഉൾപ്പെടെയുള്ള ചികിത്സകളിലൂടെയാണ് ഷിനോജ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നാൽ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ മാത്രമാണ് ഇനി പ്രതീക്ഷയെന്ന് ഡോക്ടർമാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ശസ്ത്രക്രിയക്കും തുടർ ചികിത്സയ്ക്കുമായി ലക്ഷക്കണക്കിന് രൂപ ആവശ്യമായ സാഹചര്യത്തിൽ ആ ഭാരം കുടുംബത്തിന് ഒറ്റയ്ക്ക് വഹിക്കാൻ കഴിയാത്തതിനാലാണ് നാട്ടുകാർ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് സഹായഹസ്തം നീട്ടുന്നത്. ജീവൻ രക്ഷിക്കാനുള്ള ഈ പോരാട്ടത്തിൽ ചെമ്പാട് നാടൊന്നാകെ ഒപ്പം നിൽക്കുകയാണ്. ഓരോ കുടുംബവും നൽകുന്ന ചെറിയ സഹായം പോലും ഷിനോജിന്റെ ജീവിതത്തിലേക്കുള്ള വലിയ പ്രതീക്ഷയായി മാറുമെന്ന വിശ്വാസത്തിലാണ് കമ്മിറ്റി പ്രവർത്തകർ. കേരള സർക്കാർ തൊഴിൽ വകുപ്പിന് കീഴിൽ പ്രവർത്തിച്ചു വരുന്ന പന്നിന്നൂർ ഗവൺമെന്റ് ITയിലേക്ക് 2026 വർഷത്തെ കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചു. ഡ്രാഫ്റ്റ്മാൻ, സിവിൽ, മോട്ടോർ വെഹിക്കിൾ മെക്കാനിക്, ഇലക്ട്രീഷ്യൻ, വെൽഡർ എന്നീ കോഴ്സുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചത്. അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിൽ പോയി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അവസാന ദിവസം ജൂലൈ 7. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands.
ആരോഗ്യ പ്രശ്നങ്ങൾ എപ്പോൾ വേണമെങ്കിലും വരാം. പക്ഷെ ഇനി വിഷമിക്കേണ്ടതില്ല. ആതുര സേവന രംഗത്ത് തലശ്ശേരിയിൽ പുത്തൻ സംവിധാനങ്ങളുമായി മോസ് കെയർ സ്പെഷ്യാലിറ്റി ഡയഗ്നോസ്റ്റിക്സ്. വിദഗ്ധരുടെ നേതൃത്വത്തിൽ അത്യാധുനിക സംവിധാനങ്ങളോടെയുള്ള കൃത്യതയാർന്ന ഫലം നൽകുന്ന ലാബ് ഫെസിലിറ്റി, എക്സ്റേ ഫെസിലിറ്റി, കൂടാതെ മെഡിക്കൽ സ്റ്റോർ, ഹോം കെയർ സർവീസും മാത്രമല്ല പ്രശസ്ത ഡോക്ടർമാരുടെ സേവനവും. ബുക്കിംഗിനും കൂടുതൽ വിവരങ്ങൾക്കും വിളിക്കൂ 9395500400 049029920067. ഇനി തലശ്ശേരിയുടെ ആരോഗ്യ സംരക്ഷണം ഞങ്ങളിൽ ഭദ്രം. മോസ് കെയർ സ്പെഷ്യാലിറ്റി ഡയഗ്നോസ്റ്റിക്സ് നിയർ ചിറക്കര HSS തലശ്ശേരി. ഫോൺ 049029920067 9395500400. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023111238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോസാൻഡും ജിയോമിക്സ് കോൺക്രീറ്റും. ജിയോസാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോസാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തയിലേക്ക്. കതിരൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ റാഗിങ്ങിനെതിരെ ബോധവൽക്കരണം നടത്തി. നിരവധി രക്ഷിതാക്കളും വിദ്യാർത്ഥികളും പങ്കെടുത്തു. കതിരൂർ SI വിഷ്ണുരാജ് ക്ലാസിന് നേതൃത്വം നൽകി. പ്രിൻസിപ്പൽ ഡോക്ടർ NJ ബിനോയ് അധ്യക്ഷത വഹിച്ചു. പ്രോഗ്രാം ഓഫീസർ PK ഫൈസൽ, സീനിയർ അസിസ്റ്റന്റ് TK ഷാജ്, ഭുവനേശ്വരി, ആദിൽ ഖാരായി, മുഹമ്മദ് അസ്ഹദ് എന്നിവർ സംസാരിച്ചു. റാഗിങ്ങിന്റെയും ലഹരിയുടെയും അനന്തരഫലങ്ങളെക്കുറിച്ചും അവ ജീവിതത്തിൽ ഭാവിയെ ഏതൊക്കെ തരത്തിൽ ദോഷകരമായി ബാധിക്കുമെന്നതിനെക്കുറിച്ചും കൃത്യമായ ധാരണ വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകാൻ ക്ലാസ് കാരണമായി. ഉമ്മത്തൂർ സഖാഫത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് കോളേജിന്റെ സ്റ്റുഡന്റ് യൂണിയന്റെ നേതൃത്വത്തിൽ ബഷീർ സ്മരണ സംഘടിപ്പിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പുത്തൂർ മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. A. യതീന്ദ്രൻ മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തി. കോളേജ് സ്റ്റുഡൻസ് യൂണിയന്റെ നേതൃത്വത്തിലാണ് ബഷീർ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത്. കോളേജ് ഹാളിൽ നടന്ന പരിപാടി പ്രിൻസിപ്പൽ ഡോക്ടർ പുത്തൂർ മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. അതിനുവേണ്ടി ഗാന്ധി വന്നു. അപ്പോഴാണ് ഗാന്ധിയെ തൊടുന്നത്. ഗാന്ധിയുടെ പ്രസംഗം കേൾക്കാൻ വേണ്ടി കള്ളവണ്ടിക്കാരിൽ പോയി അവിടെ നിന്ന് തൊട്ടു. ഈ വൈക്കത്ത് വലിയ പിന്നെ ജാതി വിവേചനമുള്ള സ്ഥലമായിരുന്നു. അവിടെ ഒരു മഹാദേവ ക്ഷേത്രമുണ്ട്, വിശ്വപ്രസിദ്ധമായ ക്ഷേത്രമാണ്. അതിന്റെ പുറത്തുകൂടി വരെ ആർക്കും വഴിയിറക്കാൻ പാടില്ല. താഴ്ന്ന ജാതിക്കാരന് മുതലൂത്തപ്പെട്ട ആൾക്ക് പുറത്തുകൂടി വരെ നടക്കാൻ പാടില്ല. അതിന്റെ പേരിലാണ് സത്യാഗ്രഹം. ആ സത്യാഗ്രഹം നടക്കുന്ന വേളയിൽ ആ മഹാക്ഷേത്രത്തിന്റെ പിന്നെ പ്രധാനപ്പെട്ട പരികർമ്മിയായിരുന്ന നീലകണ്ഠ നമ്പ്യാതിരിയാണ്. ഇണ്ടന്തുരുത്തി നീലകണ്ഠ നമ്പ്യാതി എന്ന് പറയുക. കേരള ചരിത്രത്തിൽ അത് പഠിപ്പിക്കുന്നു. അദ്ദേഹം ഗാന്ധിയായിട്ട് സംഭാഷണത്തിന് തയ്യാറായി.
ഈ വിഷയത്തെക്കുറിച്ച്. അപ്പോ ഇണ്ടന്തുരുത്തി നീലകണ്ഠ നമ്പ്യാർ ഇരിക്കുന്നത് അകത്താണ്. അയാൾ പുറത്തു വന്നാൽ തിണ്ടലാവും. കാരണം ഗാന്ധി വൈശ്യജാതിക്കാരനാണ്, മറ്റേയാള് നമ്പൂതിരിയാണ്. വൈശ്യജാതിക്കാരൻ നമ്പൂതിരിയിൽ നിന്ന് ഒരുപാട് അകലെ ഇരിക്കേണ്ട ആളാണ്. അക്കാലത്തെ ജാതികളുടെ ആ കണക്കനുസരിച്ച് പറയനും ഉള്ളാടനും 64 രൂപയെ നിൽക്കാൻ പാടുള്ളൂ. അപ്പൊ വൈശ്യനെ കുറിച്ച് ജോലിയാണ് നിൽക്കേണ്ടത്. അതുകൊണ്ട് ഗാന്ധിജിയെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ തയ്യാറായില്ല. ഗാന്ധിജിക്ക് മുറ്റത്ത് ഒരു ചെറിയ നമ്മുടെ വടാപ്പുറങ്ങൾ മരമ്പോലൊരു സംഗതി ഉണ്ടാക്കിയിട്ട് അതിന്റെ മുകളിൽ ഇരുത്തി ഗാന്ധിജി. എന്നിട്ട് ഇയാൾ ഇങ്ങനെ ഗാന്ധിയായിട്ട് ഉള്ളിൽ സംസാരിക്കുന്നു, നേരിട്ട് കാണുന്നില്ല. അത്രമേൽ ഗാന്ധിജി അന്ന് ഇയാളുടെ വഷളായി. എന്നിട്ട് ഗാന്ധി സംസാരിക്കുകയാണ് ഈ അമ്പലത്തിലെ പുറത്തൂടെ, അമ്പലത്തിക്കാരുന്ന കാര്യമല്ല, അമ്പലത്തിന്റെ പുറത്തൂടെ വഴി നടക്കാൻ അനുവദിക്കണം. എ യതീന്ദ്രൻ മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തി. അവിടെ മൊയ്തു മൗലവി സാഹിബുണ്ട്. അതിലൊക്കെ അപ്പുറത്ത് എന്റെ പ്രിയപ്പെട്ട മക്കൾ ഓർത്തിരിക്കേണ്ട ഒരു നാമമുണ്ട്, മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്. അല്ലമീൻ എന്ന് പറഞ്ഞിട്ടൊരു പത്രമുണ്ടായിരുന്നു കോഴിക്കോട്. എന്റെ എല്ലാ ഓർമ്മയിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. വൈകുന്നേരങ്ങളിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു ചെറിയ പത്രം അല്ലമീൻ. അവിടെ കോഴിക്കോട് ചെന്ന് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ജയിലിലുണ്ടായിരുന്ന സുഹൃത്തിന് അല്ലെങ്കിൽ ബന്ധുവിന് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്ന ബന്ധുവിന് ബഷീർ എഴുതി, ഞാൻ ഇങ്ങനെ വീട് വിട്ടിറങ്ങി വന്നിരിക്കുന്നു, ഞാൻ എന്റെ ജീവിതം എന്റെ നാട്ടിന് വേണ്ടി സമർപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു, സ്വാതന്ത്ര്യത്തിന് വേണ്ടി. അദ്ദേഹം പറഞ്ഞു, അരുത്, ഞാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്, നമുക്കത് ചർച്ച ചെയ്യണം. പക്ഷേ ആ ചർച്ച ചെയ്യാൻ നിൽക്കാതെ ഉപസത്യാഗ്രഹത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി കേരളത്തിനോടൊപ്പം മറ്റ് ആളുകളോടൊപ്പം അദ്ദേഹം കോഴിക്കോട് കടപ്പുറത്തേക്ക് ഇറങ്ങിപ്പോകാൻ തുടങ്ങുന്ന അവസരത്തിൽ 10 കുട്ടികൾ, ആ 10 കുട്ടികളെ പിടിച്ചുകൊണ്ടുപോയിട്ട് ക്രൂരമായി അടിച്ചു. 274 നമ്പർ പോലീസുകാർ ക്രൂരമായി അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, അവരെ വിശേഷിച്ചൊന്നും ചെയ്തിട്ടില്ല. മഹാത്മാഗാന്ധി ഇവിടത്തേക്ക് വന്നിട്ടുണ്ടായിരുന്ന വെള്ളക്കാരൻ ഇന്ത്യയെ പിടിച്ചടക്കിയിട്ട് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കണം. ഉയർന്നു നിൽക്കുന്ന ഗോപുര സദൃശമായ ഒരു കെട്ടിടത്തിനകത്ത് മഹാനരകം. 3ാം വർഷ BBA വിദ്യാർത്ഥി MT ഉനൈസ് അധ്യക്ഷത വഹിച്ചു. KP രചന, മനോജ് കുമാർ, VK അജിതകുമാരി, E ആദർശ്, ജസ്മിന, ഉബൈദ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് വിവിധ മേഖലകളിൽ ഉന്നത വിജയം നേടിയവരെ ഉപഹാരം നൽകി അനുമോദിച്ചു. മുഹമ്മദ് യാസീൻ സ്വാഗതവും കെ നിരഞ്ജന നന്ദിയും പറഞ്ഞു. കൂത്തുപറമ്പ് ലയൺസ് ക്ലബ്ബ് നിർമ്മലഗിരി റാണി ജെ ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരി ബോധവൽക്കരണ ക്ലാസ് നടത്തി. പ്രിൻസിപ്പൽ സിസ്റ്റർ അർച്ചന കോലഞ്ചേരി ഉദ്ഘാടനം ചെയ്തു. ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് U മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു. റാണി ജെ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ അർച്ചന മുഖ്യാതിഥിയായി. വിമുക്തി ജില്ലാ കോർഡിനേറ്റർ സുജിത്ത് ക്ലാസ് എടുത്തു. പറഞ്ഞു കഴിയുമ്പോൾ തന്നെ ക്ലാസ് അവസാനിക്കും. ഡിഗ്രി വിദ്യാഭ്യാസത്തിനുള്ളത് 1ാം സെമസ്റ്റർ നല്ല രീതിയിൽ പൂർത്തിയാക്കി, 2ാം സെമസ്റ്റർ പകുതി പൂർത്തിയാക്കുന്നതിലേക്കും ഈ സൗഹൃദം പതിയെ വളർന്ന് നല്ല പ്രണയത്തിലായി. എറണാകുളം ജില്ലയാണ്, പുറത്ത് കർണാടക പോകാൻ തുടങ്ങി. 3ാം സെമസ്റ്റർ ആ പെൺകുട്ടിക്ക് മതിയായ അറ്റൻഡൻസ് ഇല്ലാത്തതിന്റെ പേരിൽ ക്യാമ്പസിൽ പുറത്തു പോകേണ്ട അവസ്ഥ വന്നു. വീട്ടിലേക്ക് പോകാൻ പറ്റില്ല. സെക്രട്ടറി അരവിന്ദാക്ഷൻ, VV ആനന്ദൻ, K രാജൻ, ചന്ദ്രൻ മാസ്റ്റർ, VC രാജൻ, V മുകുന്ദൻ, റെജി ജയറാം എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ സർക്കാർ ജാഗ്രത കാണിച്ചില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം കഴിഞ്ഞ കാര്യമാണെന്നും മുന്നണി യോഗത്തിൽ ചർച്ച ചെയ്യില്ലെന്നും പിണറായി. കുട്ടികളെക്കാൾ രക്ഷിതാക്കളും അധ്യാപകരും മാനസിക സംഘർഷം അനുഭവിക്കുന്ന കാലഘട്ടമാണിതെന്ന് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ. കൂത്തുപറമ്പ് നിയോജക മണ്ഡലം ജ്യോതിസ് പദ്ധതിയുടെ ഭാഗമായി മണ്ഡലത്തിലെ 13 വിദ്യാലയങ്ങളിൽ നിന്നും ഫുൾ A+ നേടിയ SSLC ഉന്നത വിജയികളെ അനുമോദിച്ചു. നിർമ്മിത ബുദ്ധി അതിവേഗം മാധ്യമരംഗത്ത് മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ തലശ്ശേരി പ്രസ് ഫോറവും പത്രാധിപർ EK നായനാർ സ്മാരക ലൈബ്രറിയും
സംയുക്തമായി സംഘടിപ്പിച്ച നിർമ്മിത ബുദ്ധികാലത്തെ മാധ്യമ പ്രവർത്തനം ശില്പശാല ശ്രദ്ധേയമായി. പങ്കെടുത്തത് തലശ്ശേരി താലൂക്കിലെയും മാഹിയിലെയും മാധ്യമ പ്രവർത്തകർ. ലൈബ്രറി കൗൺസിലിന്റെ പ്രവർത്തനങ്ങൾ ഊർജിതമായതോടെ കുട്ടികൾ വായനയെ നെഞ്ചേറ്റുന്നുണ്ടെന്ന് കാരായി രാജൻ MLA. പന്നിന്നൂർ PTK അനന്തൻ മെമ്മോറിയൽ ലൈബ്രറിയുടെ നേതൃത്വത്തിൽ വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി പുസ്തക പ്രദർശനവും പന്നിന്നൂർ ബാസി സ്മാരക എൻഡോമെന്റ് ഉദ്ഘാടനവും നടന്നു. ഇതോടെ ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.